നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛമ്മേനെ വിളിച്ചായിരുന്നോ? വാ മോളെ വാ വാ ഇരിക്കെ. അച്ഛമ്മ ഒരു കൂട്ട കാട്ടിത്തരാം. എന്താ അച്ഛമ്മ ഇത്? ആ ഇത് കൊച്ചു കുഞ്ഞുങ്ങളുടെ അരഞ്ഞാണല്ലേ? അതെ, പക്ഷേ ഇത് നിനക്ക് നന്നായി അറിയുന്ന ഒരു കുഞ്ഞിന്റെയാ. വേറെ ആരുടെയല്ല, എന്റെ തക്കടുമോന്റെ. അവൻ തീരെ കുട്ടിപ്രായത്തിൽ ഇട്ടിരുന്നതാ, മുത്തച്ഛൻ പണിയിപ്പിച്ചു കൊടുത്തതാ. ഇതേ ഞാൻ ഇപ്പൊ പുറത്തെടുക്കാൻ ഒരു കാരണമുണ്ട്. അധികം താമസിയാതെ ഒരു കുഞ്ഞു തക്കടുവിന് ഇതൊന്നുകൂടി അണിയിപ്പിക്കണമെന്ന് ഈ മുത്തശ്ശിക്കൊരു മോഹം. ഒന്നാമത് വൈകി കല്യാണം കഴിഞ്ഞതല്ലേ, രണ്ടാളും ഇങ്ങനെ കുട്ടിക്കളിയായിട്ട് നടന്നാ പോരാ, ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവണം. ഒരു കുടുംബം എന്ന് പറഞ്ഞത് പൂർണ്ണാകണമെങ്കിൽ ഒരു കുഞ്ഞു ആവയുണ്ടാവണം. അത് പിന്നെ അച്ഛമ്മ ഗിരിക്കിപ്പോഴും അല്ലേ? നീ അവനെ പേരാണോ വിളിക്കുന്നേ? അതെ. എന്താ അച്ഛമ്മ? ഒന്നുമില്ലേലും, നിന്നേക്കാളും 8-10 വയസ്സിന് മൂത്തവനല്ലേ അവൻ. ഞങ്ങളെയൊക്കെ കാലത്തെ ദേ ഇങ്ങോട്ട് നോക്കണം അങ്ങോട്ട് നോക്കണം അങ്ങനെയൊന്നും വിളിക്കണമെന്നില്ല. പക്ഷെ നിനക്കവനെ ഗിരിയേട്ടാന്ന് വിളിക്കാലോ. ആ അങ്ങനെ വേണം കേട്ടാ. ഇനി നിങ്ങൾക്കുണ്ടാവുന്ന കുഞ്ഞിനെ ഇതണിയിക്കുന്നത് വരെ നീ തന്നെ സൂക്ഷിച്ചോ കേട്ടാ. ഇതാ നീ വെച്ചോ. ആരാ വീട്ടിന്നാ? അല്ല അല്ല അച്ഛമ്മ, ഇത് അല്ല ഗിരിയേട്ടൻ. ഹലോ സുമിത, ഇത് ഞാനാ. മനസ്സിലായി, പറഞ്ഞോളൂ. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, സോറി. ഇന്ന് ഓഫീസിലെ എംപ്ലോയീസിന് ബോണസ് വിതരണമുണ്ട്. അതില് സുമിത പങ്കെടുക്കണമെന്നാ ഇവിടെ എല്ലാവരുടെ അഭിപ്രായം. ഞാനോ? ഓഫീസിലെ കാര്യങ്ങളിൽ ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാനാ ഗിരി? അല്ല അല്ല ഗിരിയേട്ടാ. എന്താ വിളിച്ചത്? അല്ല ഓഫീസിലെ കാര്യങ്ങളിൽ ഞാൻ... ഇത് ഒഫീഷ്യൽ കാര്യമൊന്നും അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഒരു ചെറിയ ഫംഗ്ഷനാ. അമ്മയും അമ്പിയമ്മാവനും ഒക്കെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ സുമിതയെ ബുദ്ധിമുട്ടിക്കുന്നത്. അയ്യോ, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ വരാം. ശരി, വൈകിട്ട് ഒരു 5 മണി 5:30 അടുപ്പിച്ച ഫംഗ്ഷൻ. എത്ര മണിക്കാ വണ്ടി അയക്കേണ്ടത്? എപ്പോഴായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ സുമിതേ? ഇയാൾക്ക് റെഡി ആകാൻ എത്ര സമയം വേണമെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കുന്നത്? എനിക്ക് റെഡി ആവാനായിട്ട് ഒരു 1/2 മണിക്കൂർ മതി. വണ്ടി എപ്പോഴാ അയക്കുന്നെന്ന് വെച്ചാ അതെ, ഗിരിയേട്ടൻ എന്റെ അടുത്തൊന്ന് വിളിച്ചു പറഞ്ഞാ മതി. ഹലോ ഗിരിയേട്ടാ. ശരി ശരി, ഓക്കെ ഓക്കെ. ഓൾ സെറ്റ്. മെയിൻ ഹാളില് നമ്മുടെ ആനുവൽ ബോണസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും റെഡിയാണ്. എന്തേ സുമിത വരില്ലാന്ന് പറഞ്ഞോ? ഏയ്, അങ്ങനെ വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ ഇതിനേക്കാളൊക്കെ എത്രയോ ഭേദമായിരുന്നു. നീ കാര്യം തെളിച്ചു പറയുന്നുണ്ടോ? എന്താ പ്രശ്നം? അവൾ എന്താ പറഞ്ഞത്? എടാ, പ്രശ്നം ഇപ്പോഴത്തേതോ ഇന്നത്തെയോ ഒന്നും അല്ല. കുറച്ച് നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാ. സുമിതയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഗിരി ചോദിച്ചില്ലേ? അങ്ങനത്തെ പ്രശ്നമൊന്നുമല്ല. പെരുമാറ്റത്തിൽ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ. ഈയിടെയാട്ടെ അവൾക്ക് വല്ലാത്തൊരു മാറ്റമുണ്ട്. എനിക്ക് വല്ലാത്തൊരു മാനസിക പ്രശ്നം അവൾക്കുണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. കല്യാണം കഴിഞ്ഞ് പുതിയ ജീവിത സാഹചര്യത്തിലേക്ക് മാറുമ്പോ ചില സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു ഡിപ്രഷനൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതങ്ങനെയാണെങ്കിൽ തന്നെ ചെറിയൊരു കൗൺസിലിംഗ് കൊണ്ട് മാറാവുന്ന കാര്യമുള്ളൂ. അതെ, നീ അത് വലിയ വിഷയം ആക്കണ്ട. ഇതങ്ങനെ ഡിപ്രഷൻ ഒന്നും അല്ലടാ. പിന്നെ
സുമതിക്ക് മാറ്റണമെന്ന് നിനക്കൊന്നും കാര്യം എന്താ അത് പറഞ്ഞു. അവളെ എന്നോട് വേറൊരാളെ പോലെ സംസാരിക്കുന്നതും പെരുമാറുന്നതും പഴയ സുമിതയല്ല. എന്ന് പറഞ്ഞാ അവളെ രാവിലെ എഴുന്നേറ്റ് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി തരുന്നു. ഫോൺ ചെയ്യുമ്പോൾ വളരെ ബഹുമാനത്തോടെ സംസാരിക്കുന്നു. ഇന്ന് തന്നെ അല്പം മുമ്പ് ഞാൻ ആകെ കൈവിട്ടു പോയൊരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? പരിചയപ്പെട്ട നാള് മുതല് ഇന്ന് വരെ എന്നെ ഗിരിന്ന് വിളിച്ചോണ്ടിരുന്ന ആള് ഇന്ന് എന്നെ കയറി ഗിരിയേട്ടാന്ന് വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങക്ക് തമാശയായിട്ട് തോന്നിയല്ലേ? ഒരിക്കലും അല്ല. ഗിരി പറഞ്ഞത് വെച്ച് നോക്കുമ്പോഴേ ഇതൊരു തമാശയേ അല്ല, വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ്. അതെ, ഒരാൾക്ക് മറ്റൊരാളോട് സ്നേഹം തോന്നുകയും അത് പ്രകടിപ്പിക്കാൻ വഴികൾ അന്വേഷിക്കുകയും ചെയ്യുന്നത് വളരെ നല്ല കാര്യമല്ലേ ഗിരി? നിങ്ങളോട് രണ്ടുപേരോടും ഈ വിഷയം പറയാമെന്ന് എന്നെ പറഞ്ഞാൽ മതി. മാറിക്കൂടെ? ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, നിങ്ങളൊന്നും കേട്ടിട്ടുമില്ല. കഴിഞ്ഞില്ലേ പ്രശ്നം? വാ പോകാം, 4:30 മണിയായി. വാ. മോൾ അവിടെ നിക്ക്. ഇതേ വീട്ടിന് ചുറ്റും കൊണ്ടുപോയി പോച്ചോ. അല്ലത് മിണ്ടാതെ ഉരിയാടാതെ വേണം പോയ്ക്കാൻ. ചെല്ലും. അതെ, കണ്ണേറ് തട്ടാതിരിക്കാനാ. അവിടെ ഓഫീസിൽ ചെല്ലുമ്പോ ഒരുപാട് പേര് നിന്നെ കണ്ണുവെക്കും. നീ ഇതെങ്ങോട്ടാ? അപ്പോ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ അനുരാധെ? ഗിരിയുടെ ഓഫീസിൽ ഇന്ന് നടക്കുന്ന ഒരു വലിയ ചടങ്ങ് ഇവളാണ് മുഖ്യ അതിഥി. അങ്ങനൊരു ഫംഗ്ഷനെ കുറിച്ച് ഗിരി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഇതങ്ങനെ വലിയ ഫംഗ്ഷൻ ഒന്നും അല്ലമ്മേ. ആനുവൽ ബോണസ് വിതരണം. പെട്ടെന്ന് തട്ടിക്കൂട്ടി പരിപാടിയാ. അച്ഛമ്മ പറയുന്ന പോലെ അങ്ങനെ മുഖ്യാതിഥി ഒന്നും ആവില്ല. ഗിരി എന്നോടുകൂടെ വരാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അതെന്താ അത്ര ചെറിയ കാര്യമാണോ? ഇനി മുതൽ തക്കുടൂന്റെ ഓഫീസിൽ നടക്കുന്ന എല്ലാ ചടങ്ങുകളിലും അവന്റെ ഭാര്യ എന്ന നിലയിൽ നീയും പങ്കെടുക്കണം. ഗിരി വിളിച്ചാ ഞാൻ പോവും. അതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യം അച്ഛമ്മ. ഗിരി വിളിച്ചാലും ഇല്ലെങ്കിൽ അത് നിനക്ക് അവകാശപ്പെട്ടതാണ്. കാരണം നീയാണ് ഈ വീട്ടിന്റെ ഗൃഹനാഥ. രാജാവിന്റെ പത്നിയെ പട്ടമഹിഷി എന്നാണ് പറയാറുള്ളത്. ആ കമ്പനിയിലെ രാജാവാണ് ഗിരി. അപ്പോ അവിടുത്തെ പട്ടമഹിഷി നീയാണ്. അയ്യോ, സംസാരിച്ചു നിന്ന് നേരം പോയത് അറിഞ്ഞില്ല. ഞാൻ ഇറങ്ങട്ടെ അച്ഛമ്മേ. ചെല്ലേ അമ്മേ, പോയിട്ട് വരാം. ദാമോദര, ഡ്രൈവറോട് വണ്ടി ഇറക്കാൻ പറ. സുമിത മോൾക്ക് പോവാൻ നേരായി. ശരി മോള് ചെല്ലേ. നിന്നെ ഞാൻ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.